ഹലോ മക്കളെ, സോ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട്. സോ ഇന്ന് ഇത് വെറും ഒരു വീഡിയോ മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാനും നിങ്ങളുടെ പ്രിപ്പറേഷൻ വേറൊരു ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഇവൻ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അത് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഇവന്റ് ഒരു മിന്നൽ മാരത്തൺ എക്സാം സീരീസ് ആണ്. മിന്നൽ മാരത്തൺ എക്സാം സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, മിന്നൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഫുന്നായിരിക്കും, ഒറ്റ വരവായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി എ മാരത്തൺ എക്സാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര സമയം എടുത്തിട്ടാണ് പഠിക്കുക? നമുക്കറിയാം, ഒരു ചാപ്റ്റർ പഠിക്കാൻ മിനിമം 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നമ്മൾ എടുക്കൂലേ. സോ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനെ എങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ സാധനങ്ങളിലേക്കും പഠിച്ചെത്തുന്ന രൂപത്തിലേക്ക് എത്തിക്കാം, എങ്ങനെയാണ് ഒരു ഫുൾ ടോപ്പിക് എക്സാമിലേക്ക് നമ്മളുടെ പ്രിപ്പറേഷനെ ഒരൊറ്റ അടിക്ക് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോപ്പ പുതുതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന സാധനമാണ് മിന്നൽ മാരത്തൺ എക്സാം. സോ അടിപൊളി പരിപാടിയാണ്, വൻ ഉഷാറായിരിക്കും. സോ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കാന്നുള്ളത് നോക്കാം. സോ ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡോപ്പയുടെ റിപ്പീറ്റേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്സ്യൂളിന്റെ ഫസ്റ്റ് തുടങ്ങിയ ബാച്ചുകളുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സാധനമാണ്. നമ്മുടെ ഫസ്റ്റത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ മാസം ജൂൺ മാസം 14-ാം തീയതിയാണ് തുടങ്ങുക. ഒന്നാമത്തെ മാരത്തൺ ബയോളജി എക്സാമിൻ്റെ ആയിരിക്കും. സോ ബയോളജി മാരത്തൺ 2 ദിവസമായിരിക്കും ഉണ്ടാവുക. ഡേ 1 14-ാം തീയതിയും ഡേ 2 15-ാം തീയതി ആയിരിക്കും ഉണ്ടാവുക. ഒരു ദിവസം നമുക്ക് 5 എക്സാം ഉണ്ടാവും. ആദ്യത്തെ എക്സാം രാവിലെ 9:30 നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. രാവിലെ 9:30 4 ചാപ്റ്ററിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. 3 മണിക്കൂറിന് ശേഷം വീണ്ടും 4 ചാപ്റ്ററിന്റെ എക്സാം, 3 മണിക്കൂറിന് ശേഷം വീണ്ടും എക്സാം. അങ്ങനെ ഒരു ദിവസം കൊണ്ട് 5 എക്സാം ആയിരിക്കും. രാവിലെ 9:30 12:30 3:30 വൈകുന്നേരം 7 മണി രാത്രി 10 മണി 5 എക്സാം. 30 ചോദ്യത്തിന്റെ കുഞ്ഞു എക്സാമുകളാണ് കേട്ടോ. സോ ഒരു 3-4 മണിക്കൂർ എടുത്തൊരു 4 ചാപ്റ്റർ വായിക്കുക, എക്സാം എഴുതുക. അടുത്തൊരു 4 ചാപ്റ്ററിൽ അടുത്ത 4 ചാപ്റ്റർ വായിക്കുക. അടുത്ത 3 മണിക്കൂറിൽ 4 ചാപ്റ്റർ വായിക്കുക. അത്തരത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ പ്ലസ് 1ന്റെ മുഴുവൻ കാര്യങ്ങൾ തീരുന്നുണ്ടാവും. നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ പ്ലസ് 2ന്റെ ടോപ്പിക്കുകളും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി 2 ദിവസം കൊണ്ട് 1ാമത്തെ ചാപ്റ്റർ മുതൽ 38-ാമത്തെ ചാപ്റ്റർ വരെയുള്ള എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതിന്റെ നെക്സ്റ്റ് ഡേയിലേക്ക് പോകുമ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ മിന്നൽ മാരത്തൺ എക്സാം തുടങ്ങുകയാണ്. സോ കെമിസ്ട്രി മാരത്തൺ എക്സാമിലും ഇതുപോലെ തന്നെ ഡേ 1 ഡേ 2 എന്നുള്ള 2 ദിവസം കൊണ്ട് നമ്മൾ കെമിസ്ട്രിയുടെ 10 എക്സാമുകൾ നമ്മൾ എഴുതാൻ വേണ്ടി പോവാണ്. സോ ഓരോ 3 മണിക്കൂറിലും അരമണിക്കൂർ വീണ്ടും നീണ്ടു നിൽക്കുന്ന എക്സാമുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ ഭയങ്കര എഫക്റ്റീവായിട്ട് കെമിസ്ട്രിയിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. അത് നമ്മൾ റിപ്പീറ്റേഴ്സിന് മാത്രമല്ല, ക്യാപ്സ്യൂളിലുള്ള കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. കാരണം നിങ്ങളിങ്ങനെ സ്ലോ പേസിൽ പഠിച്ചു പോകേണ്ട കാര്യമല്ല. ആ ഒരു സമയം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പഠനം വളരെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പോകണം. അതിന് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉപകരിക്കുന്ന സാധനമാണിത്. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് മാരത്തൺ എക്സാംസ് ആണ് വരിക. ഫിസിക്സ് മാരത്തൺ എക്സാം നമുക്ക് നടക്കുന്നത് ഡേ 1 എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. ഡേ 2 21-ാം തീയതി ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ദിവസങ്ങളിലും ഇതുപോലെ 2 ദിവസം കൊണ്ട് 10 എക്സാം എന്നുള്ള രീതിയിൽ, ഓരോ എക്സാമിനും 3 ഫിസിക്സ് ചാപ്റ്ററുകൾ എന്നുള്ള രീതിയിൽ നമ്മളത് ഫുൾ കവർ ചെയ്യുന്നുണ്ടാവും. സോ ഇത് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫുൾ ടോപ്പിക് എക്സാമിലേക്ക് പോകും. പക്ഷെ എന്നാലും നിങ്ങൾ ഡയറക്ട്ലി ഫുൾ ടോപ്പിക് എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും എങ്ങനെ ഒറ്റയടിക്ക് റിവൈസ് ചെയ്യും, ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്യുക എന്നുള്ള തരത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ പ്ലസ് 1ന്റെയും പ്ലസ് 2ന്റെയും ഇൻഡിവിജ്വൽ മാരത്തണും കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. സോ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് വരാനുള്ളത് പ്ലസ് 1ന്റെ മാരത്തൺ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരൊറ്റ ദിവസം 5 പരീക്ഷ പ്ലസ് 1 കംപ്ലീറ്റ്ലി ഫിൽഡ്. എങ്ങനെയുണ്ടല്ലോ മക്കളെ? അടിപൊളിയായിരിക്കും ഡെഫിനറ്റ്ലി. കാരണം നിങ്ങൾ ഇതിനൊരു ചലഞ്ച് ആയിട്ട് എടുക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് പ്ലസ് 1ന്റെ എല്ലാ ചാപ്റ്ററും, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒരു ചലഞ്ച് ആയിട്ട് എടുത്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് പ്ലസ് 1 ഫുൾ ടോപ്പിക് നടക്കുന്നത് 23rd ആണ്. 23-ാം തീയതിയാണ്. 23-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും പ്ലസ് 1ന്റെ ഫുൾ ടോപ്പിക് എക്സാം നടക്കുന്നുണ്ടാവുക, ഫുൾ ടോപ്പിക് മാരത്തൺ നടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് അടുത്ത സബ്ജക്ട് വരെയാണ് പ്ലസ് 2ന്റെ മാരത്തൺ എക്സാം. സോ ഇതേപോലെ തന്നെ പ്ലസ് 2ന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒറ്റ ദിവസം കൊണ്ട് 5 എക്സാമുകൾ എഴുതി 5 എക്സാമിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മൾ കഴിഞ്ഞോ? ഇല്ല, ഇനി നിങ്ങൾക്ക് വരാനുള്ളതാണ് ഏറ്റവും മാമാങ്കം. അത് നമ്മുടെ ഫുൾ ടോപ്പിക് എക്സാമുകളുടെ എല്ലാ ടോപ്പിക്കിന്റെയും ഒരു മാരത്തൺ എക്സാം ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നടക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 27-ാം തീയതിയാണ്. 27-ാം തീയതി രാവിലെ 9:30 മുതൽ രാത്രി 10 മണി ആകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ ചാപ്റ്ററിന്റെ ഉള്ളിൽ കൂടി ഒരു റൗണ്ട് കടന്നു പോയിട്ടുണ്ടാവും. ചെറിയ എക്സാം, കുഞ്ഞു എക്സാമുകളായിരിക്കും. ഇത്ര എക്സാമുകൾ നിങ്ങൾ ഇടതടവില്ലാതെ ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ ഇരുന്നിട്ട് എഴുതുക. സോ അത്ര ഫ്രീക്വന്റ് ആയിട്ട്, അത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
ഡെഫിനറ്റ്ലി ചോദിക്കും, സാർ ഇത് ഡോപ്പയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണോ? ആ ഡോപ്പയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഡോപ്പയിലെ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മളിത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ഡോപ്പയിലെ റിപ്പീറ്റേഴ്സിനെ നമ്മൾ പടിപടിയായിട്ട് ഉയർത്തി അവരെ ഫുൾ ടോപ്പിക്കൽ എക്സാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എത്തിക്കുന്ന രൂപത്തിലേക്കാണ് ചെയ്തത്. പക്ഷേ അത് നമ്മൾ ഇത്തവണ സ്പെഷ്യലായിട്ട് പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ വേറെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് കാണുന്ന സമയത്ത് അവർക്ക് തോന്നുന്നുണ്ടാവും, ഓ ഇങ്ങനെയൊക്കെ എഴുതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നില്ല എന്നല്ലേ. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള ഷെഡ്യൂളാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ കാണിക്കുന്ന നമ്പറുണ്ട്, ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഇതിന്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും, അതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡോപ്പയുടെ മാരത്തൺ എക്സാം എഴുതാനുള്ള ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ മാരത്തൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ എക്സാം നമ്മുടെ ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വെറുതെ ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ, താഴെയുള്ള രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അടിപൊളിയായിട്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് 6 ദിവസം, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 6 ദിവസങ്ങളാണ് നിങ്ങൾക്ക് മൊത്തം വേണ്ടത്. ഒരു ദിവസം ഫിസിക്സിന് വേണ്ടിയിട്ട്, കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട്, ബയോളജിക്ക് വേണ്ടിയിട്ട്, +1 വേണ്ടിയിട്ട്, +2 വേണ്ടിയിട്ട്, ആൻഡ് അതുപോലെ ഒരു ഫുൾ ടോപ്പിക്കിന് വേണ്ടിയിട്ട് 6 ദിവസങ്ങൾ 6 സെറ്റ് ഓഫ് മാരത്തൺ എക്സാംസ് ആണ് നിങ്ങൾക്ക് വരാനുള്ളത്. മിന്നലായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് ഒരൊറ്റയടിക്ക് നമ്മൾ ഫുൾ ടോപ്പിക് എക്സാം എഴുതുന്ന രൂപത്തിലേക്ക് എത്തും. അതിനുശേഷം നിങ്ങൾക്ക് റെഗുലറായിട്ട് നീറ്റിന്റെ ഫുൾ ടോപ്പിക് എക്സാമുകൾ നീറ്റ് മോഡലിൽ നടക്കുന്നുണ്ട്. സോ ആ ഒരു രൂപത്തിലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടാവുക. സോ അടിപൊളിയായിട്ട് പഠിക്കാനുള്ള വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡോപ്പയുടെ മാരത്തൺ എക്സാംസ്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ആൻഡ് വിജയികളാവുന്നവർക്ക് പുറമെ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വന്നിട്ട് വിജയികളാവുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസുകളും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി വരാം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായി, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ ഡീറ്റെയിൽസ്, സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ഡെഫിനറ്റ്ലി നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എപ്പോഴും പരിഗണിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ നീറ്റ് അപ്ഡേറ്റ്സും പുതിയ നീറ്റിന് പഠിക്കാനുള്ള കൂടുതൽ തന്ത്രങ്ങളും സ്ട്രാറ്റജീസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.